Question: a truss of span 9 meter is loaded as shown in figure. Okay, span 9 meter ആണ്. Find the reactions and forces in the members marked 1, 2 and 3. Okay, അപ്പം 1, 2, 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിലെ ഫോഴ്സുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ട്രസ്സിൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഗിവൺ ആണ്. ട്രസ്സിൽ ജിയിലും എച്ചിലും 2 ലോഡുകൾ ഉണ്ട്. ഓക്കെ, 9 കിലോ ന്യൂട്ടൺ ആൻഡ് 12 കിലോ ന്യൂട്ടൺ. അതുപോലെ അതിന്റെ ഡിസ്റ്റൻസുകൾ AG, GH, HB, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകളെല്ലാം 3 മീറ്റർ ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. 1, 2, 3 മാർക്ക് ചെയ്തിരിക്കുന്ന CD എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ്, DG എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് ആൻഡ് GH എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കാലോ. ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കാം. ഇതിലെല്ലാ ഡിസ്റ്റൻസുകളും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഞാനിവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്താൽ സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് A is equal to 0. ഓക്കെ, അപ്പൊ ഇവിടെ റിയാക്ഷൻസ് VA ഉണ്ട്, VB ഉണ്ട് ആൻഡ് ഇവിടെ HI ഉണ്ടാവും. ഓക്കെ, എന്നാൽ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ എക്സ്റ്റേണൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0 എടുത്താൽ HI മാത്രമേ അവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ടുള്ളൂ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇനി എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ ആദ്യം VA into 0. VA കാരണം എയിൽ മൊമെന്റ് ഇല്ല. പിന്നെ 9 ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ്, A എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതേപോലെ തന്നെയാണ് 12. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് പ്ലസ്സിൽ എഴുതാം. 9 into എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 പ്ലസ് 12 into എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 6, ദാറ്റ് ഈസ് 3 plus 3. പിന്നെയുള്ളത് VB ആണ്. VB മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. A എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ മൊമെന്റ് എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ മുകളിലോട്ട് വന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ മൈനസ് VB into 3 plus 3 plus 3 9 equal to 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ VB വാല്യൂ കിട്ടും. ഓക്കെ, ടു ഫൈൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ ടേക്ക് മൊമെന്റ് അബൌട്ട് A, that is 9 into 3 plus 12 into 6 minus VB into 9 equal to 0. സോൾവ് ചെയ്താൽ 99 minus VB into 9 is equal to 0 എന്ന് കിട്ടും. മൈനസ് VB into 9 is equal to ഈ പ്ലസ് 99 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 99 ആയി. VB is equal to 11 കിട്ടി. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ VA കിട്ടാൻ വേണ്ടിയിട്ട് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് is equal to 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ VA VB രണ്ടും മുകളിലോട്ടാണ്. അപ്പൊ ഞാൻ പ്ലസ്സിൽ എഴുതി. താഴോട്ടുള്ള ലോഡുകൾ എന്ന് പറയുന്നത് 1 9 1 12 ആണ്. അപ്പൊ അത് രണ്ടും മൈനസിൽ എഴുതി. ഓക്കെ, -9 -12 is equal to 0. അപ്പൊ ഇതില് നമുക്ക് VB 11 കിട്ടിയിട്ടുണ്ട്. അപ്പൊ VA plus 11 -9 -12 is equal to 0. അപ്പൊ VA -9 -12 എന്ന് പറയുന്നത് -21 ആണ്. -21 plus 11 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പൊ -10 എന്ന് വരും. VA -10 is equal to 0 എന്ന് വരും. അപ്പൊ VA is equal to 10 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ VA 10ഉം VB 11ഉം. ഓക്കെ, VA plus 11 -9 -12 is equal to 0. VA is equal to 10. ഇനി ചെയ്യേണ്ടത് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മെമ്പേഴ്സിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്തു. അതിന് ഇഷ്ടമുള്ള ഒരു പേരും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് പാർട്ട് എടുക്കാം. അപ്പൊ ഏതാ ചെറുത്? ഇതിന്റെ അകത്ത് ലെഫ്റ്റ് പാർട്ടാണ് ചെറുത് അല്ലെ? അപ്പൊ ഈ സെക്ഷന്റെ ലെഫ്റ്റ് പാർട്ട് എടുക്കാം. ലെഫ്റ്റ് പാർട്ട് എടുത്തിട്ട് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ VA വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരിക്കണം. എക്സ്റ്റേണൽ ലോഡ് 9 കിലോ ന്യൂട്ടൺ ഉണ്ടായിരിക്കണം. കട്ട് ചെയ്തിട്ടുള്ള 3 മെമ്പേഴ്സ് CD, അതുപോലെ തന്നെ GD എന്ന് പറഞ്ഞ മെമ്പർ, അതുപോലെ GH എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് അത് ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാം ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതിനൊരു പേര് കൊടുക്കാം. 1 2 3 നമ്പർ ചെയ്തുകൊണ്ട് F1 F2 F3 എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ പേര് കൊടുത്തിട്ട് FCD ഓക്കെ, അല്ലെങ്കിൽ PCD PGD PGH എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്താലും യാതൊരുവിധ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ഡ്രോ എ സെക്ഷൻ ലൈൻ 1-1. ഓക്കെ, 1-1 എന്ന് പറയുന്ന സെക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. കട്ടിംഗ് ദ മെമ്പേഴ്സ് 1 2 and 3. ഓക്കെ, ഈ 1 2 3 നമ്പർ ചെയ്തിരിക്കുന്ന മെമ്പർ ഫോഴ്സുകളാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് അതിലെ കട്ട് ചെയ്തു. ഇൻ വിച്ച് ഫോഴ്സസ് ആർ ടു ബി ഡിറ്റർമിൻഡ്. കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ട്രസ് ബിക്കോസ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ റൈറ്റ് പാർട്ട്. അപ്പൊ ലെഫ്റ്റ് പാർട്ടില് ലോഡുകളുടെ ഇക്വിലിബ്രിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് പാർട്ട് ഈസ് ഷോൺ ഇൻ ഫോളോയിങ് ഫിഗർ. ലെറ്റ് F1 ഓക്കെ, F suffix 1 കൊടുക്കാം, F suffix 2 കൊടുക്കാം, and F3 okay, be the forces in the members 1 2 and 3 respectively. Let the direction
ഡയറക്ഷൻസ് ബി അസ്യൂംഡ് ആസ് ടെൻസൈൽ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പൊ ഫിഗറിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷന്റെ ലെഫ്റ്റ് പാർട്ട് മാത്രം എടുത്ത് വരച്ചു. ഓക്കെ, ലെഫ്റ്റ് പാർട്ട് മാത്രം എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ സെക്ഷൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ എടുത്ത് വരയ്ക്കണം. ഇങ്ങോട്ട് കുറച്ച് കയറി നിൽക്കും. സെക്ഷൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ ജി എന്ന് പറയുന്ന പോയിന്റ് വരും. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ജി. ഓക്കെ, ഇവിടെ ഇതിന്റെ മുകളിൽ ഡി വരുന്നുണ്ട്. അത് നമുക്ക് സെക്ഷന്റെ ഇപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് ഞാൻ ഡോട്ടർ ലൈനിൽ വരയ്ക്കുകയാണ്. ഇത് ഡി ആണ്, ഇത് സി ആണ്, ഇത് എ ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു മെമ്പർ വരുന്നുണ്ട് ജിയിലേക്ക്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടുന്ന് ജിന്ന് ഇങ്ങോട്ടേക്ക് ഓക്കെ ആ സെക്ഷൻ വരെ ലെഫ്റ്റ് പാർട്ട് വരെ ഉള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം. ഫോഴ്സ് മാർക്ക് ചെയ്യാം. എല്ലാം ടെൻസൈൽ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ F1 F2 ഇത് F3 മൂന്നും ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തു. ഇവിടെ റിയാക്ഷൻ VA ഉണ്ട്. അപ്പം VA നമുക്ക് 10 ആയിരുന്നല്ലോ കിട്ടിയത്. അപ്പൊ അതും ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം സെക്ഷൻ എടുക്കാനായിട്ട്. ഓക്കെ, ഞാനിവിടെ ലെഫ്റ്റ് പാർട്ട് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ F1 F2 F3 മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെ റിയാക്ഷൻ. ഓക്കെ, F1 F2 F3 മാർക്ക് ചെയ്യാൻ കാരണം ആ മെമ്പേഴ്സിലെ ഫോഴ്സസ് കണ്ടുപിടിക്കേണ്ടത്. അതിലൂടെയാണ് സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിലെ ഫോഴ്സസ് നിർബന്ധമായിട്ടും കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ആ സൈഡിലുള്ള എക്സ്റ്റേണൽ ലോഡും റിയാക്ഷനും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാൻ പോവാണ്. ഏതെങ്കിലും ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണെങ്കിൽ F3ന്റെയും F2ന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഈസ് ത്രൂ ജി. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആ ഇക്വേഷൻ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റിന്റെ ഇക്വേഷൻ F3 ആൻഡ് F2 എലിമിനേറ്റ് ചെയ്യാം. ബാക്കി അതിൽ F1 മാത്രമേ അൺനോൺ ആയിട്ട് ഉണ്ടാവുള്ളൂ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ജോയിന്റ് ഡി എടുത്ത് നോക്കിക്കേ. ജോയിന്റ് ഡി എടുത്താൽ F1ന്റെയും F2ന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഈസ് ത്രൂ ഡി. അപ്പൊ F1 F2 നമുക്ക് ആ ഇക്വേഷൻ ഒഴിവാക്കാൻ പറ്റും. നമുക്ക് അൺനോൺ ആയിട്ടുള്ള F3 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ടേക്ക് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് പാർട്ട് അബൌട്ട് പോയിന്റ് ഡി. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യം മൊമെന്റ് എടുക്കുകയാണ്. അപ്പൊ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ F1 കാരണമുള്ള മൊമെന്റ് 0 ആയി, F2 കാരണമുള്ള മൊമെന്റ് 0 ആയി. കാരണം ലൈൻ ഓഫ് ആക്ഷൻ ഈസ് ത്രൂ ഡി. പിന്നെ 10 ഉണ്ട്. ഓക്കെ, ഡി ഇവിടെയാണുള്ളത്. അപ്പൊ 10 ഇൻറ്റു ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? 10 അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിയിലേക്ക്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ, 3 മീറ്റർ ആണ്. അതെങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഡി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിലാണ്. 10 കിലോ ന്യൂട്ടൺ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മുകളിലോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ്, ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ പ്ലസ്സിൽ എഴുതാം. അപ്പൊ പ്ലസ് 10 ഇൻറ്റു 3. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പിന്നെ ഏതാ ഉള്ളത്? ഫോഴ്സ് 9 കിലോ ന്യൂട്ടൺ ഉണ്ട്. 9 കിലോ ന്യൂട്ടന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഏതിലൂടെ തന്നെയാണ്? ഡിയിലൂടെ തന്നെയാണ്. അപ്പൊ 9 കാരണമുള്ള മൊമെന്റ് 0 ആയിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് F3 ആണ്. F3 എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് റൈറ്റ് ആണ്. ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ, F3 ഇൻറ്റു ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിയിലേക്കുള്ള 4 മീറ്റർ ആണ്. ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് വന്ന് ഡി മുകളിലായതുകൊണ്ട് റൈറ്റ് വന്ന് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ -F3 ഇൻറ്റു 4 ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ ഈ 3 ടേമുകളും ഒഴിവായി പോയി. അപ്പം 10 ഇൻറ്റു 3 30 -F3 ഇൻറ്റു 4 ഈക്വൽ ടു 0. സോൾവ് ചെയ്താൽ നമുക്ക് F3 അകത്ത് കിട്ടും. ഓക്കെ, അപ്പം 10 ഇൻറ്റു 3 -F3 ഇൻറ്റു 4. ഓക്കെ, അപ്പൊ 10 ഇൻറ്റു 3 30 ആണ്. അത് RHSലേക്ക് വരുമ്പോൾ -30 ആയി. -F3 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു -30. അപ്പൊ F3 ഈസ് ഈക്വൽ ടു 30/4, ദാറ്റ് ഈസ് 7.5 കിലോ ന്യൂട്ടൺ നമുക്ക് പ്ലസിൽ കിട്ടി. അപ്പൊ F3 എന്ന് പറയുന്നത് 7.5 കിലോ ന്യൂട്ടൺ ടെൻസൈൽ ആണ്. നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്. F3 എന്ന് പറയുന്നത് 7.5 കിലോ ന്യൂട്ടൺ ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, ജി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ നോക്കിക്കേ, ജി എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് 9 കിലോ ന്യൂട്ടൺ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പൊ അത് പോയി, 9 ഒഴിവായി. ഓക്കെ, പിന്നെ ജിയിലൂടെയാണ് ഏതൊക്കെ പാസ് ചെയ്യുന്നത്? F3 ആൻഡ് F2. അപ്പൊ അത് രണ്ടും ഒഴിവായി. F3 ഇൻറ്റു 0 ആൻഡ് F2 ഇൻറ്റു 0 ജിയിലൂടെയാണ്. പിന്നെ ബാക്കിയുള്ളത് ഏതാണ്? 10 ഉണ്ട്. ജിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. 10 ഉണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെ ആക്ട് ചെയ്യുന്ന? മുകളിലോട്ട് വന്ന് ജി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിലായതുകൊണ്ട് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ പ്ലസ് 10 ഇൻറ്റു 3. പിന്നെയുള്ളത് F1 ആണ്. F1 എങ്ങനെ ആക്ട് ചെയ്യുന്നത്?
ടുവേർഡ്സ് റൈറ്റ് ആണ്. ജി എന്ന് പറയുന്ന പോയിന്റ് താഴെയാണ്. അപ്പൊ ടുവേർഡ്സ് റൈറ്റ് വന്ന് താഴോട്ട് എന്ന് പറയുമ്പോൾ F1 കാരണമുള്ള മൊമെന്റ് ജിയിലേക്ക് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പൊ പ്ലസ് F1 ഇൻറ്റു ജിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ, 4 മീറ്റർ ആണ്. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. F1 ഇൻറ്റു 4, വേറെ ഫോഴ്സുകളൊന്നുമില്ല, എല്ലായിടത്തും ഈക്വൽ ടു 0. ഇതൊഴിവായി ബാക്കിയുള്ള 30 പ്ലസ് 4 F1 ഈസ് ഈക്വൽ ടു 0. അപ്പം F1 ഈസ് ഈക്വൽ ടു -30/4 കിട്ടും. F1 ഈസ് ഈക്വൽ ടു -7.5 കിട്ടും. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണ്. F1 കംപ്രസീവ് ആണ്, 7.5 അല്ലെ. ഓക്കെ, അപ്പം ടേക്കിംഗ് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് പാർട്ട് അബൌട്ട് പോയിന്റ് G, വി ഗെറ്റ് F1 into 4 plus 10 into 3 equal to 0. F1 into 4 is equal to -30 കിട്ടും. F1 is equal to -7.5. F1 is equal to 7.5 kilonewton compressive. ഇപ്പൊ 2 ഫോഴ്സുകൾ കിട്ടി. ഇനി ഒരു ഫോഴ്സും കൂടിയേ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പം മെത്തേഡ് ഓഫ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടെ 3 ഇക്വിലിബ്രിയം കൺസെപ്റ്റ് യൂസ് ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്തതിലൊക്കെ മൊമെന്റിന്റെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വെർട്ടിക്കൽ ഫോഴ്സ് is equal to 0 ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0 നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി മിച്ചമുള്ള ഫോഴ്സ് ഏതാ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത് F2 ആണ്. ഓക്കെ, അപ്പൊ F2 എന്ന് പറയുന്നത് ഏതാ? വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഫോഴ്സ് F2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് is equal to 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ, ഓക്കെ, ആ സെക്ഷന്റെ ലെഫ്റ്റ് പാർട്ടിലുള്ള വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം ഈക്വൽ ടു 0 എന്നുള്ളതാണ്. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള പാർട്ട് അല്ലാതെ അപ്പുറത്തെ പാർട്ടിലുള്ള ലോഡുകളോ വെർട്ടിക്കൽ ഫോഴ്സുകളോ ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സെക്ഷനിലെ വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം 0, ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സം 0, മൊമെന്റിന്റെ സം 0. അതാണ് കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഉള്ള ലെഫ്റ്റ് പാർട്ടിലുള്ള വെർട്ടിക്കൽ ഫോഴ്സുകൾ ഏതൊക്കെയാ? ഒന്ന് 10 ഉണ്ട് അല്ലെ, മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ ഏതാ ഉള്ളത്? 9 kilonewton ഉണ്ട്, അത് താഴോട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ ഏതാ ഉള്ളത്? F2 ഉണ്ട് അല്ലെ, വെർട്ടിക്കൽ തന്നെയാണ്, മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ നോക്കിക്കേ, F3 ആൻഡ് F1 അത് രണ്ടും ഹൊറിസോണ്ടൽ ഫോഴ്സുകളാണ്. അപ്പൊ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് is equal to 0 എന്നുള്ള ആ ഒരു ഇക്വേഷന്റെ അകത്ത് F3യും F1 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ബാക്കിയുള്ള ഏതാ? ബാക്കി ആൻസർ കിട്ടുന്ന എങ്ങനെയാ? 10 - 9 1 പ്ലസ് F2 is equal to 0. F2 is equal to -1. ഓക്കെ, അതായത് F2 is equal to 1 kilonewton കംപ്രസീവ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഫോഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് is equal to 0 ഓൺ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ആണ്. അതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സ് ഒന്ന് 10. ഓക്കെ, അത് മുകളിലോട്ടാണ്, റിയാക്ഷൻ ആണ്. 9 എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പൊ -9 നമ്മളിവിടെ ഓൾറെഡി എടുത്തല്ലോ. പ്ലസ് F2. ഓക്കെ, പ്ലസ് F2 is equal to 0. അപ്പൊ 10 - 9 1 പ്ലസ് F2 is equal to 0. F2 is equal to -1 kilonewton. അതായത് F2 is equal to 1 kilonewton കംപ്രസീവ്. നമുക്ക് കിട്ടിയ ഫോഴ്സുകൾ ഒന്നും കൂടി എടുത്ത് എഴുതാം. ഫോഴ്സ് ഇൻ ദ മെമ്പർ CD, F1 is equal to 7.5 kilonewton compressive. Force in the member GD, F2 is equal to 1 kilonewton compressive. Force in the member GH, F3 is equal to 7.5 kilonewton tensile. Okay,